രജിത് ജി, നമ്മുടെ നാലാമത്തെ എപ്പിസോഡ് ആണിത്. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ നമ്മൾ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ, അങ്ങയുടെ അനുഭവങ്ങൾ, മുരുക ഭഗവാന്റെ പഴനിമലയെക്കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങളൊക്കെ പറഞ്ഞു. എന്തിന് നമ്മൾ ഗോപി മരുഭൂമിയിൽ നിന്ന് ശംഭാല എന്ന് പറയുന്ന അത്ഭുത ലോകത്തേക്കുള്ള വാതായനത്തിൻ്റെ അടുത്ത് വരെ നമ്മളെത്തി. പക്ഷെ അപ്പോഴും നമ്മുടെ ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കമൻറ്റുകളൊക്കെ അയച്ച് ചോദിക്കുന്നു, മുരുക ഭഗവാന്റെ 2ാമത്തെ വിഗ്രഹം കണ്ടുപിടിച്ചോ, അദ്ദേഹത്തിൻ്റെ അത് തേടിയുള്ള യാത്ര എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ കേട്ടത് എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ടായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ, നമ്മുടെ ബഹ്റിനിലെ രഞ്ജിത്ത്, അദ്ദേഹത്തെ ഇന്ന് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ മഹാവതാർ ബാബാജിയെ കണ്ട ആ അനുഭവം ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. അത് അത്ര വളരെ പർട്ടിക്കുലറായിട്ടുള്ള അനുഭവമാണെന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. അപ്പോൾ അതുകൂടി ഒന്ന് പറയണം. പിന്നെയുള്ളത് എനിക്ക് അങ്ങയുടെ ഈ സ്പേസിനെ കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുമൊക്കെ ഉള്ള ചില അനുഭവങ്ങൾ, പിന്നെ ഈ കുമാരികണ്ഠത്തിൻ്റെ കാര്യം, ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഈ എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞ 3 എപ്പിസോഡിലായി ഇതിനു വേണ്ടി കാക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. തീർച്ചയായും രഞ്ജിത്ത് നമ്മുടെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പല യാത്രകൾ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു ശ്രീലങ്കയിലൊക്കെ പോയ കാര്യം, ആദ്യകാല യാത്രയിലൊക്കെ ഉണ്ടായിരുന്നു. ശ്രീലങ്കയിലാണ് ബാബാജിയുടെ ആദ്യത്തെ ഒരു ഡയറക്ഷൻ വരുന്നത്. ഈ ബാബാജിയെ കുറിച്ചൊന്ന് പറയാമോ? ഗുരു ബാബാജി, ഗുരു മഹാവതാർ ഗുരു ബാബാജി. അല്ലല്ല, ഒരാള് ബാബാജി നാഗരാജ്, അങ്ങനെയാണ് പേര് ഫുള്ള്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം മലബാറിൽ നിന്ന് കുടിയേറിയ ഒരു ഫാമിലി തമിഴ്നാട്ടിൽ പറങ്കിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അത് ചിദംബരം ക്ഷേത്രത്തിന് ഒരു 14 കിലോമീറ്ററുള്ളൂ പറങ്കിപ്പേട്ട. അവിടെ അദ്ദേഹം ജനിച്ച് അതിനുശേഷം അദ്ദേഹം ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയത്തിൽ അദ്ദേഹം യാത്ര തുടരുകയും അവസാനം ഭോഗർനാഥർ സിദ്ധരെ ശ്രീലങ്കയിലെ കതിർഗാമ വെച്ചിട്ട് കണ്ടുമുട്ടുകയാണ് ചെയ്യണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ അദ്ദേഹം കുറേ നേരം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് അവിടെ ഇരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പോയി അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായി അവിടുത്തെ ഹിമാലയത്തിൽ പോയിട്ട് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന മഹാനാണ്. എത്രയോ നൂറ്റാണ്ടുകളായി, ഒരുപാട് 2000 വർഷത്തോളം അദ്ദേഹം എവിടെയാണുള്ളത്? ഹിമാലയത്തിൻ്റെ ഉൾവശങ്ങളിൽ കണ്ടോ? അല്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഡയറക്ഷൻ വരികയാണ് ചെയ്തത്. എനിക്ക് എപ്പോഴും മുരുകവാന്റെ ഡയറക്ഷനാണ് വരികയാണ്. ആകെ ഒരേ ഒരു വട്ടാണ് ബാബാജി ഡയറക്ഷൻ കതിർഗാമയിലേക്ക് വിളിക്കുന്നത്. ഒരേ ഒരു വട്ടം ശ്രീലങ്കയിൽ. നമ്മൾ നേരത്തെ സംസാരിച്ചു കതിർഗാമ, മുരുകയന്ത്രം ഭോഗരമോക്ഷ വെച്ച് ക്ഷേത്രത്തിൽ അതാണ് കതിർഗാമ. 2ാമത്തെ എപ്പിസോഡിലാണ് സംസാരിച്ചു. അത് കതിർഗാമ എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ്. ശ്രീലങ്കയ്ക്ക് പറ്റിയൊരു ഇടിവതാണ് ആ കതിർഗാമ. നമ്മൾ ഓരോ രാജ്യങ്ങളും ഓരോ എനർജി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കതിർഗാമത്തെ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീലങ്ക കയറി വരൽ കണ്ടോളൂ. അവരത് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനോടുകൂടെ പറയുകയാണെങ്കിൽ ഈ ബാബാജി അതിനുശേഷം ഒരുപാട് ആൾക്കാർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശങ്കരാചാര്യർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹം കൊടുത്തത് ലാഹിരി മഹാശയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാനാണ്. അദ്ദേഹം ആർമിയിൽ ജോലിക്കാരനായിരുന്നു. ഒരു വട്ടം ഹിമാലയത്തിൽ ട്രാൻസ്ഫർ കിട്ടിപ്പോയി അവിടെ വെച്ചിട്ടാണ് ദർശനം കൊടുത്ത് എല്ലാ ഡയറക്ഷൻ കൊടുത്ത് അങ്ങനെയാണ് ക്രിയായോഗ സ്റ്റാർട്ട് ചെയ്യണത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ യുക്തേശ്വരഗിരി, അതിനുശേഷം പരമഹംസ യോഗാനന്ദ, അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് യോഗി, യോഗിയുടെ ലോകം മുഴുവൻ സ്വീകരിച്ച ആ പുസ്തകത്തിലൂടെയാണ് ബാബാജിന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. പിന്നെ രാമയ്യ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. പക്ഷെ ആ ബുക്കുകളൊന്നും അദ്ദേഹത്തെ ജനനത്തെ കുറിച്ചിട്ടില്ല. അദ്ദേഹം ഹിമാലയത്തിലുള്ള മഹാനായ സിദ്ധൻ എന്നുള്ള അപ്പുറം അദ്ദേഹം എവിടെ ജനിച്ചു അങ്ങനെ ഒന്നുമില്ല. കാരണം അദ്ദേഹത്തിന് അത് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ രാമയ്യ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ഒരു സിദ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തിനാണ് ബാബാജി ഞാൻ ഇന്ന സ്ഥലത്താണ് ജനിച്ചതെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം ഈ പറങ്കിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അത് കണ്ടുപിടിച്ച്, കസ്റ്റംസിന്റെ കയ്യിലുള്ളായിരുന്നു ആ സ്ഥലം, അത് വിലയ്ക്ക് വാങ്ങി അവിടെ ഒരു ബാബാജിയുടെ അമ്പലം പണിതിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ബാബാജിനെ കുറിച്ച് കാണണമെങ്കിൽ രജനീകാന്ത്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹത്തിന് ഭയങ്കര ഭക്തനാണ്. ബാബ എന്ന് പറഞ്ഞ ഫിലിം ബാബാജിയെ കുറിച്ചിട്ടാണ്. അത് ശരി. രജനീകാന്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആകെ ഒരു സിനിമയ്ക്കാണ് അദ്ദേഹം കഥ എഴുതിയിട്ടുള്ളത്. അത് ഈ ബാബ എന്ന് പറഞ്ഞ സിനിമ. അതിൽ ഫുള്ള് കാണിക്കുന്നത് ബാബയുടെ ഡയറക്ഷനിൽ, ബാബാജിയുടെ ഡയറക്ഷനിൽ രജനീകാന്ത് സഞ്ചരിക്കുന്നതാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അല്ല, അദ്ദേഹം ഹിമാലയത്തിൽ പോകാറുണ്ട്. അദ്ദേഹം ബാബാജിന് ഗുഹയുണ്ട്, താമസിച്ച ഗുഹയുണ്ട്. ഇദ്ദേഹം ഓരോ സിനിമ കഴിയുമ്പോഴും ആ ഗുഹയിൽ പോയിട്ട് എനർജി കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചു വരും. കുറച്ചാൾ അവിടെ പോയിരിക്കും. അങ്ങനെ ഒരുപാട് പേര് ആ ഗുഹയിലേക്ക് പോകാറുണ്ട്. അങ്ങനെ സ്ഥലം എനിക്കറിയാം, ഞാൻ പോയിട്ടില്ല. ഹിമാലയത്തിലാണ് എന്നറിയാം. ബാബാജി ഗുഹയുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയാണ് ബാബാജി. അങ്ങനെ എനിക്ക് ഭോഗനാഥ് മഹർഷിയുടെ ഇതിലായിട്ടാണ് വരുന്നത്. അങ്ങനെ എനിക്ക് 2ാമത്തെ അനുഭവം ഉള്ളത് ജപ്പാനിലുള്ള യാത്രയിലാണ്.
ജപ്പാനിൽ യാത്ര അത് ശരിക്കും ഞാനത് പറയുമ്പോൾ എത്ര ആൾക്കാർക്ക് ഇത് വിശ്വാസമാവുമെന്ന് അറിയില്ല, പക്ഷെ ഫാക്റ്റാണ്. ഇപ്പോൾ ഈ ജപ്പാനിലാണ് എനിക്കത് കൂടുതൽ ഒരു അനുഭവം ഉണ്ടായത്. അത് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു അനുഭവം എത്രത്തോളം ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ അത് പറയണമല്ലോ ഫാക്റ്റ് എന്നുള്ള ലെവലിൽ. എനിക്കൊരു ഡയറക്ഷൻ വരെയാണ്. ജപ്പാനിൽ ഒരു മല, ഇനാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ഷേത്രം ഉണ്ട് അവിടെ. ഇനാരി ഷൈൻ ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജപ്പാനിൽ. അവിടെ ചെല്ലുക, അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കണം. അത് 2018 മെയ് 1 അന്ന് 1ാമത്തെ ആനിവേഴ്സറി എല്ലാം പറഞ്ഞു. ആ ദിവസം അവിടെ ഉണ്ടാവണം. ബാബാജിയുടെ എനർജി അന്ന് അവിടെ ലാൻഡ് ചെയ്യും. മുരുകയുഗത്തിൽ ലോക സമാധാനത്തിന് വേണ്ടി കൺട്രോൾ ചെയ്യണത് ബാബാജിയാണ്. അപ്പോൾ അവിടെ ഉണ്ടാവണം. അവിടെ പറങ്കിപ്പേട്ട പറഞ്ഞ ബാബാജിയുടെ ജന്മസ്ഥലത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം ഞാൻ അങ്ങോട്ട് പോകാൻ. അങ്ങനെയാണ് ഡയറക്ഷൻ. ഈ മെസ്സേജ് എനിക്ക് കിട്ടുന്ന സമയത്ത് അവിടെയുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണെന്ന് വിചാരിച്ചാൽ ഉത്തര കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ യുദ്ധത്തിൻ്റെ 2018 ആലോചിച്ചാൽ ജപ്പാന്റെ മേലെ കൂടെ ഉത്തര കൊറിയൻ മിസ്റ്റേൽ വിട്ടോണ്ടിരിക്കുക. ജപ്പാന്റെ മേലെ കൂടെ കടലിൽ പോയി വീഴും. ഇയാൾ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് എനിക്ക് മെസ്സേജ് കിട്ടണം. അപ്പോൾ ബാബാജി ലോകസമാധാനത്തിൻ്റെ ഇതെന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ആക്ടിങ് നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ നമ്മുടെ എല്ലമാർക്കോട് ചെയർമാനായി ദേവേട്ടനോട് പറഞ്ഞു, വെറുതെ നമ്മുടെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മെയിൽ ജപ്പാൻ എംബസിക്ക് അയക്കുക. റിപ്ലൈ ഒന്നും വരില്ല, പക്ഷെ ഒരു എനർജി അവിടെ വർക്ക് ചെയ്യും, ഒരു അത്ഭുതം നടക്കുന്നു. ഇദ്ദേഹം മെയിൽ ചെയ്തു ജപ്പാൻ എംബസിക്ക്, ബാബാജി നിങ്ങളുടെ രാഷ്ട്രത്തിനെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട്. അടുത്ത ദിവസം സ്വിച്ച് ഓഫായി, പെട്ടെന്ന് സ്വിച്ച് ഓഫായി. ആലോചിച്ചറിയാം ആ പ്രശ്നം എത്ര വേഗം നിന്നതെന്ന്. സ്വിച്ച് ഓഫായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യണത്. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് 1.5 മാസം കഴിഞ്ഞ് ലീവ് എടുത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസ കിട്ടി 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ജപ്പാനിലേക്ക് പോണത്. ഞാൻ ജപ്പാനിൽ കാല് കുത്തണ ദിവസം എയർപോർട്ടിൽ TV കാണുന്ന കാഴ്ച എന്താ അറിയാം? സൗത്ത് കൊറിയൻ പ്രസിഡന്റും നോർത്ത് കൊറിയൻ പ്രസിഡന്റും ഒരു ബോർഡറിൽ നിന്ന് അങ്ങോട്ട് കാലെടുത്ത് വെച്ചിട്ട് സമാധാന ഉടമ്പടി ഒപ്പിടാണ്. 1.5 മാസം മുമ്പ് നടന്നത് ശരിക്കും ഞാൻ ജപ്പാനിൽ കാലുകുത്തുന്ന ദിവസമാണ് ഒപ്പിടുന്നത്. ഓർമ്മയുണ്ടാവും, ഒരു അതിർത്തിയിൽ നിന്ന് കടക്കാൻ വേണ്ടി അങ്ങോട്ട് കടക്കാൻ നോക്കണം, ഇങ്ങോട്ട് കടക്കാൻ നോക്കും. എന്നിട്ട് ഞാൻ ഈ നാരിഷ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടെ മലയുടെ മുകളിൽ നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വട്ടം ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ വക്കലെത്തിയപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ അത് ബാബാജി ക്ലിയർ ചെയ്യുന്നുള്ള മെസ്സേജ് കിട്ടിയിരുന്നു. നടന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ ആ നമ്മുടെ പൈലറ്റിനെ പിടിച്ച സമയത്ത് ഒരു യുദ്ധത്തിന്റെ വക്കലെത്തിയിട്ട് വർദ്ധമാൻ, അപ്പൊ അതും ഓഫായി പോയി. ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മുടെ ഇറാൻ ഇസ്രായേൽ ആ ലെവലും അതും ഓഫായി പോയി. അങ്ങനെ ഒരു ഉക്രൈൻ റഷ്യ വാർ പോലും ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് വന്നത്. പെട്രോളിയം കിട്ടണ ലെവലിലേക്ക് ഇന്ത്യക്ക് അനുകൂലമായിട്ട്. അപ്പോൾ അത് ബാബാജിയുടെ ഒരു കൺട്രോൾ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഹമാസിന്റെ പ്രശ്നം പോലും അതിൻ്റെ അപ്പുറം വളർന്നില്ല, അവിടെ ഒതുങ്ങി. അതിൻ്റെ അപ്പുറം അങ്ങനെ ഒരു ആക്ടിങ് ബാബാജിയുടെ അനുഗ്രഹത്തിൽ ഈ ലോകത്ത് മുരുകയുഗത്തിൽ ഉണ്ടാവും എന്നുള്ളൊരു അനുഭവം എനിക്ക് തുടർച്ചയായിട്ട് കിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ബാബാജിയുടെ ഒരു നല്ലൊരു അനുഭവം എന്ന് പറയാം. അങ്ങനെ ഓരോ സിദ്ധന്മാരും ഈ സമയത്ത് ആക്റ്റീവ് ആവുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. നമുക്കത് പിന്നെ ഡീറ്റെയിൽ ആയി സംസാരിക്കാം. ഇംഗ്ലണ്ടിൽ ചില എനർജി പോയിന്റുകളുണ്ട്. അതിലൊരു ഉദാഹരണം പറയാം. അവിടെ ഒരു സിൽബറി ഹിൽ എന്ന് പറഞ്ഞ ഹില്ലുണ്ട്. അത് സെർച്ച് ചെയ്ത് അറിയാം. മാൻ മെയ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് പിരമിഡാണ്. അതിൽ മുരുകയന്ത്രം അഗസ്ത്യ മഹർഷി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജ് കിട്ടിയത്. അതിനെക്കുറിച്ച് ഹിസ്റ്ററി സെർച്ച് ചെയ്ത് നോക്കിയോളൂ. ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഉള്ളിലിട്ട് എന്തൊക്കെയുണ്ട് എന്ന് കുഴിച്ച് നോക്കിയിട്ടുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഗവൺമെൻറ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് വെച്ചിരിക്കുക. ഇതേപോലെ ഞാൻ ആസ്ട്രേലിയയിൽ നമ്മൾ ആറുപട വീട് എന്ന് പറഞ്ഞ മുരുകൻ്റെ ആറുപട വീട് നമുക്കറിയാം. പഴനി, തിരുത്തണി, തിരുച്ചെന്തൂർ, സാമിമല, അങ്ങനെ പഴമുതിർച്ചോല, തൃപ്രംകുണ്ട്രം, അതാണ് ആറുപട. ശരിക്കും കുമാരികാണ്ട സമയത്ത് ഇതല്ല ആറുപട വീട്. ലോകം മുഴുവൻ ഉണ്ടായിരുന്ന 6 പോയിന്റാണ്, എനർജി പോയിന്റാ. 6 ക്ഷേത്രങ്ങൾ എന്നല്ല പറയണതിന്, 6 പടവീട് എന്ന് പറയണ. പടവീട് എന്ന് പറഞ്ഞാൽ എന്താ അറിയാ? ആർമി പ്ലേസാ. മുരുകന്റെ ആർമി കേന്ദ്രീകരിച്ച പടവീട്. അതെങ്ങനെ എന്തുകൊണ്ട് പേര് വന്നു? ഒരു സേനാപതിയായ കാരണമാണ്. ഇവിടെ നമുക്ക് കുമാരികാണ്ഡത്തിനെ കുറിച്ച് കുറച്ച് പറയാം. തീർച്ചയായും കന്യാകുമാരിയാണെന്നാ? തീർച്ചയായും അതല്ല. കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോഴത്തെ മഡഗാസ്കർ വരെ ആഫ്രിക്ക സൈഡിൽ ഇപ്പോഴത്തെ ആസ്ട്രേലിയ അടക്കം നീണ്ടു നിൽക്കുന്ന വലിയൊരു ദ്വീപായിരുന്നു ഇത്. കോണ്ടിനെൻ്റ് ആയിരുന്നു ഇത് കുമാരികാണ്ഡം. നമ്മൾ ഭൂമിയിൽ ജീവൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയം, അത് ആരും ഉണ്ടാക്കിയതല്ല,
ഓരോ തനിയെ രൂപപ്പെട്ടു വന്നത്, ജീവൻ താമസിക്കാൻ പറ്റുന്ന വരുന്ന ടൈമിൽ. ആ സമയത്ത് ഇപ്പം നമ്മൾ പുറത്തുള്ള നാശ അടക്കമുള്ള രാഷ്ട്രങ്ങൾ വേറെ സ്ഥലങ്ങളിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്ത് കണ്ടെത്തി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് അവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതേമാതിരി ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭൂമിയിൽ ജീവൻ സ്റ്റാർട്ട് ചെയ്യണ ഒരു ടൈമിൽ വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഇത് അന്വേഷിച്ച് വന്നിട്ടുള്ള ആൾക്കാർ ഇറങ്ങിയ സ്ഥലമാണ് കുമാരികാണ്ഡം. അങ്ങനെ വന്ന, അതായത് പുറത്തുനിന്ന് വന്ന ആൾക്കാർ, ഏലിയൻസ് എന്ന് പറയാം. കുമാരികാണ്ഡത്തിൽ ആദ്യത്തെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തായാലും ഒറ്റയ്ക്കല്ല. അപ്പോൾ അവർ വന്ന് താമസിച്ച് തുടങ്ങിയതാണ്. അവരുടെ രാജാവായിരുന്ന്, അവരുടെ നേതാവായി, രാജാവായി അവരെ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് മുരുകഭഗവാൻ. അതുകൊണ്ടാണ് അവർക്ക് തമിഴ് ഭാഷ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളാണ് മുരുകഭഗവാൻ. അപ്പോൾ അവർ ലാംഗ്വേജ് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഗൈഡ് ചെയ്ത് അവരുടെ മെയിൻ ആളായതുകൊണ്ടാണ് മുരുകനെ ലോകത്ത് ഒരു ദൈവത്തിനെയും ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്യില്ല. തമിഴ് കടവുൾ മുരുകൻ ലോകത്ത് ഒരേ ഒരു ദൈവത്തിന് അത് അത്രയും പഴക്കം കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര തമിഴ് ആൾക്കാരോട് ചോദിക്കുക, ഞങ്ങളുടെ മുപ്പാട്ടനാണ് മുരുകൻ എന്ന് പറയാം. മുപ്പാട്ടൻ എന്ന് പറഞ്ഞാൽ ഫോർ ഫാദർ, പിതാമഹൻ. അതിന് കാരണം ആ ഒരു കണക്ഷൻ കിടക്കണ കാരണം. കുമാരികാണ്ഡത്തിൽ അവരുടെ നേതാവായിരുന്നവർ അല്ലേ, അങ്ങനെ അവർ രാജാവായി പിന്നെ അവർക്ക് ഗൈഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഈ കുമാരികാണ്ഡത്തിലെ ആൾക്കാർക്ക് അവർക്ക് ഗ്രഹാന്തര യാത്ര നടത്താൻ പറ്റിയത് കൊണ്ടാണ് അവർ ഇവിടെ വരാൻ പറ്റിയത്. അത് ഈ പ്ലീഡിയസ് കാർത്തിക നക്ഷത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്, കണക്ഷനാണ്. അതുകൊണ്ടാണ് അവർ ഉപയോഗിച്ചിരുന്ന എനർജികൾ, ഡാർക്ക് എനർജി, ആൻറ്റി മാറ്റർ, ഡാർക്ക് മാറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കാൻ അറിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഗ്രഹാന്തര യാത്രകൾ സഞ്ചരിക്കാൻ പറ്റിയത്. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സമയത്ത് നിന്ന് ഏതൊരു കാലത്തും അന്ത്യം ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ഒരു തുടക്കം, ഉയർച്ച, അവസാനം ഇല്ലാണ്ടാവുക. അങ്ങനെ കുമാരികാണ്ഡത്തിനൊരു അവസ്ഥ കുറേ കാലം കഴിഞ്ഞ് വന്നു. കടലെടുത്ത് പോയി, കട്ട് ചെയ്ത് പോയി, കുറേ കട്ട നഗരങ്ങളായി. മലേഷ്യ, സിംഗപ്പൂർ, ജപ്പാനൊക്കെ നമ്മൾ ഈ അറ്റ്ലസ് എടുത്ത് വെച്ച് നോക്കിയാൽ ഭൂമിയിലെ പല ഭൂഖണ്ഡങ്ങളും തമ്മിൽ ചേരുമെന്നാണ്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നുള്ള ഒരു തിയറി ഉണ്ട്. അടിയിലുള്ള അടരുകൾ മൂവ് ചെയ്തിട്ട് വിഘടിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കുറേ സ്ഥലങ്ങൾ പോയി, കുറേ കടലിൻ്റെ ഉള്ളിൽ പോയി. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്താ ചെയ്യുക, മൈഗ്രേറ്റ് പോയി, പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ യസീദുകൾ അങ്ങനെയൊക്കെ പല കണക്ഷൻസുകൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് വന്ന കുറേ ആൾക്കാർ അവരുടെ ആ 6 സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. നമ്മുടെ തീർച്ചയായും കൊണ്ടുവയ്ക്കുമല്ലോ നമ്മളെ ഓരോ സ്ഥലത്തു നിന്നും. അതാണ് ഈ 6 വട വീട്. ഇത് തിരിച്ചു വരുന്ന ഒരു ടൈമാണ് കുമാരികാണ്ഡം എന്ന് പറഞ്ഞ സമയം. ഇവിടെ കുറേ ഭാഗം കടലെടുത്ത് പോയപ്പോൾ കുറേ ജനങ്ങൾ മരിച്ചു, കുറേ പേര് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോയി പല സ്ഥലങ്ങളിലേക്ക്. ഇപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ ബന്ധമൊക്കെ അവർ വിട്ടുപോയി. പക്ഷെ തമിഴ്നാട്ടിൽ വന്നവർ അങ്ങനെ 6 വട വെച്ച് അതിൻ്റെ പിന്തുണക്കാരായി ജീവിച്ചു വന്നു. കുറേ പേര് അനദർ ഡൈമെൻഷനിലേക്ക് പോയി. ആ ഡൈമെൻഷൻ എന്താണെന്ന് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ പോയി. ഇതാണ് കുമാരികാണ്ഡത്തിന് ഉണ്ടായത്. ഇപ്പോൾ ഈ കുറേ ഭാഗം കടലിൻ്റെ അടിയിലുണ്ട് സ്ഥലങ്ങൾ. ഈ മുരുകയുഗം 2013 ആസ്ട്രൽ ബോഡിയിൽ ആരംഭിച്ചു എന്ന് പറഞ്ഞു. ഫിസിക്കൽ ബോഡി ഇതിൽ എപ്പോഴാണ് ആരംഭിച്ചറിയാം, 2020 ഫിസിക്കൽ എർത്തിൽ നമ്മളൊരു സംഭവം ആരംഭിക്കുമ്പോൾ 0 ആരംഭിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതെ അതെ. ഇവിടെ 2020 ഭൂമി നിശ്ചലമായ ഒരു അവസ്ഥയുണ്ടായി. കോവിഡ് സിറ്റുവേഷനിലെല്ലാം നിന്നായി, എല്ലാം 0 ആയി. അവിടെ ആ 2020 പുതു ഇത് സ്റ്റാർട്ടായി ഭൂമിയിൽ. അപ്പോൾ പിന്നെ ഭൂമിയുടെ ആ മൂവ്മെന്റ് മുരുക എനർജിയിലാണ്. അപ്പോൾ ഈ 2020 ശേഷം ഇത്തരം വിഷയങ്ങൾ കൂടുതൽ നടന്നു തുടങ്ങും. ഈ ഭാരതത്തിലെ ഉയർച്ച, അങ്ങനെ തമിഴ് സംസ്കാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി കൂടുതൽ കാണാൻ പറ്റും. ആ കറക്കം കൂടുതൽ, ആ മൂവ്മെന്റ് കൂടുന്നതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഈ 2020 അത് ആരംഭിച്ചു. ഇപ്പോൾ ഈ കടലിലെടുക്കുക ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ മുരുകയുഗത്തിൽ 3 കാര്യങ്ങൾ ഞാൻ സംഭവിക്കുന്നു. കുമാരികാണ്ഡത്തിലെ അറിവുകൾ വെളിയിൽ വരും. അത് 2-3 രീതിയിലാണ് വരിക. ഒന്ന് ഈ ഡാർക്ക് എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ മനുഷ്യന് ലഭിക്കും. കാരണം ഇപ്പോൾ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ, ആൻറ്റി മാറ്റർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കും. ഇത് യൂസ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഭൂമിയുടെ മുഖച്ഛായ ഒന്ന് മാറും. വേറെ പുതിയൊരു എനർജി, ഊർജ്ജങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെ രീതികൾ തന്നെ മാറും. അതൊക്കെ ഇനിയുള്ള കാലത്ത് നമ്മളിപ്പോൾ സംസാരിക്കണ്ടല്ലോ, ഈ അടുത്തടുത്ത ന്യൂസുകളിൽ കാണാൻ പറ്റും. ഇതിലേക്ക് എത്തുന്നു. ഇവിടെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇത് കാണുന്ന ഏതെങ്കിലും സയൻറ്റിസ്റ്റുകൾ ഉണ്ടെങ്കിൽ
നിങ്ങൾ ഇതിനെക്കുറിച്ച് സ്പേസിനെ കുറിച്ചിട്ടോ ഇത്ര എനർജിയെ കുറിച്ച് പഠിക്കേണ്ടത് ഈ സമയത്ത് തീർച്ചയായും മുരുകനെ ഉപാസിക്കണം, മുരുകനെ പ്രാർത്ഥിക്കണം, മുരുകനെ പ്രാർത്ഥിക്കണം നല്ലതാണ്. ഇപ്പോൾ ബാക്കിയുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് അത് കിട്ടിയെന്ന് ചോദിക്കാം. കാരണം നമുക്ക് ആലോചിച്ചറിയാം, ഒരു 1300 തൊട്ട് 2000-നുള്ളിലുള്ള കാലത്താണ് യൂറോപ്പിൽ നിന്നാണ് പല കണ്ടുപിടുത്തങ്ങൾ വന്നത്. അതിന് ശേഷം അമേരിക്കയിൽ നിന്ന് കണ്ടുപിടുത്തു. പക്ഷേ ഈ സമയത്തൊക്കെ അവിടെ ഒരു എനർജി വർക്ക് ചെയ്തുകൊണ്ടാണ് അത് നടന്നിരുന്നത്. ഇപ്പോൾ മുരുക എനർജിക്ക് ഷിഫ്റ്റായി. ഇപ്പം മുരുകനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് ശ്രമിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്കൊക്കെ കൂടുതൽ അറിവുകൾ അവരെ തേടി വന്നു തുടങ്ങും. അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ കടലിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ കന്യാകുമാരി കടലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് മിനറൽസ് ഇനി കിട്ടാൻ പോകാം ഈ സൈഡ്. കാരണം അത് കുമാരികാണ് താണു പോയ സ്ഥലത്ത് നിന്നാണ്. അവിടെ നിന്ന് ഇനി നമ്മൾ സംസാരിക്കില്ലേ, ഇനി അതിൽ പലപ്പോഴും ഗവേഷണം നടക്കാൻ പോകുന്നുണ്ടാവും. ആ ഗവേഷണത്തിന് പുതിയ പുതിയ സാധനങ്ങൾ കിട്ടണമെന്നൊക്കെ ഇനിയുള്ള വാർത്തകൾ അറിയാൻ പറ്റും. ഇത്തരം കാര്യങ്ങളിലൂടെ കുമാരികാണ്ഡം തിരിച്ചു വരും. 2 ഭാരതത്തിൻ്റെ സൂപ്പർ പവറാവും, പവർഫുള്ളാവും. അപ്പോൾ ഈ കുമാരികാണ്ഡത്തിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരെന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് നമ്മൾ ഈ 4th ഡൈമെൻഷൻ എന്നുള്ള ഇത് കോൺസെപ്റ്റ് വരുന്നത്. ഈ 4Dയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സംശയം. അപ്പോൾ അങ്ങ് പറഞ്ഞത് ഈ ഭഗവാൻ മുരുകൻ ഇപ്പോൾ കാർത്തിക നക്ഷത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയൻ ആയിരുന്നു, അന്യഗ്രഹ ജീവി ആയിരുന്നു ഭഗവാൻ മുരുകനായിട്ട് നമ്മൾ ആരാധിക്കുന്ന, എന്താണോ പറയുന്നത്? നമ്മൾ അവിടുന്ന് വന്ന ആൾക്കാരിൽ ഇവിടെ വന്നിട്ട് ജനിച്ച ആൾ. അപ്പോൾ ശിവഭഗവാനെ വേണമെങ്കിൽ നമുക്ക് ഏലിയൻ എന്ന് പറയാം. ശിവന്റെ പുത്രനാണല്ലോ ശിവഭഗവാനെ ഏലിയൻ. അദ്ദേഹത്തിൻ്റെ അവരുടെ മകനായിട്ട് ഇവിടെ ജനിക്കുമ്പോൾ ആ കഴിവുകളും ഉണ്ടാവും, ഭൂമിയിലത്തെ കഴിവുകളും ഉണ്ടാവും. ആ ഒരു സൂപ്പർ പവർ ഉള്ള ഒരാളാണ് മുരുകൻ. പക്ഷെ അവരെ അവിടുത്തെ കുമാരിയുടെ ജനങ്ങൾ ഗൈഡ് ചെയ്തിട്ട് കൊണ്ടുപോയി ഭാഷ കൊടുത്ത് അവരെ ഉയർത്തി വിട്ട ആളാണ് മുരുകൻ. അതുകൊണ്ടാണ് ആ ബന്ധമുള്ളത്. അപ്പോൾ ഈ മുരുകയുഗത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുമാരികാണ്ഡത്തിൽ ആ അറിവുകളൊക്കെ തിരിച്ചു വരണം. കാരണം ഒരു സമയത്ത് ഇതൊക്കെ വിട്ടുപോയത് തിരിച്ചു വരണം. 2 ഭാരതത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കുമാരികാണ്ഡത്തിൽ വേറൊരു ഡൈമെൻഷനിലേക്ക് പോയി എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഡൈമെൻഷനിലേക്ക് പോയപ്പോൾ എനിക്ക് കുറച്ച് അനുഭവങ്ങളിലൂടെയാണ് അത് പറയാനുള്ളത്. നമ്മൾ ജീവിക്കുന്നത് 3 ഡൈമെൻഷനിലാണ്. അതെ, 3D വേൾഡിലാണ്. കാരണം നീളം, വീതി, ഉയരം, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒതുങ്ങിപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്ക് കുറേ പരിമിതികളുണ്ട്. 4ാമത്തെ ഡൈമെൻഷനാണ് സ്പേസ് ടൈം. അത് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറയുന്നുണ്ട്. ഈ 4ാമത്തെ ഡൈമെൻഷനിൽ ഒരാൾ ടച്ച് ചെയ്യാൻ പറ്റിയാൽ അയാൾ കാണുന്ന ലോകം വേറെയാവും. കാരണം ആ ഡൈമെൻഷനിലൂടെ ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ പറ്റും. എൻ്റെ ബുക്കിൻ്റെ പേരെന്ന്, ഇംഗ്ലീഷ് ബുക്കിൻ്റെ പേര് മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ 4th ഡൈമെൻഷൻ. അപ്പോൾ ഈ അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. കുമാരികാണ്ഡത്തിലെ ആൾക്കാർ തിരിച്ചു വരുന്ന ടൈമായി, വേറെ ഡൈമെൻഷനിലേക്ക് പോയ ആൾക്കാർ. അപ്പോൾ അവർ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് തിരിച്ചു വരുന്ന ടൈമായി. അപ്പോൾ അതിനോടനുസരിച്ച് ഈ അടുത്ത കാലത്ത് നമ്മൾ ഏലിയൻസിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നു തുടങ്ങി, അതിൻ്റെ റിസർച്ചുകൾ കൂടി തുടങ്ങി. ഈ അടുത്തും കൂടി ഒരു ഇസ്രായേൽ സയൻറ്റിസ്റ്റ് പറഞ്ഞു വേറെ ഡൈമെൻഷനിലൂടെ അവർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വാർത്തകൾ നമ്മൾ ഇനി ഒരുപാട് കേട്ടു തുടങ്ങും. കേട്ട് നമ്മുടെ മനസ്സ് അവരെ സ്വീകരിക്കാവുന്ന ഒരു പരുവത്തിലെത്തുമ്പോൾ പാകപ്പെടും. അതിങ്ങനെ കുറച്ച് കിട്ടി പാകപ്പെടുമ്പോൾ അവർ നമ്മളെ തേടി വരും. അവർ ഹോളിവുഡ് സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ചില്ല? അവർ ഒരു ഏലിയൻസിന്റെ രൂപം നമുക്ക് വരച്ചിട്ടുണ്ട്, മൊട്ടത്തല. അവരുടെ കഥയിൽ എപ്പോഴും ഏലിയൻസുകാരാണ് ഭൂമിനെ അറ്റാക്ക് ചെയ്യണ, അവർ എന്നിട്ട് ഭൂമിനെ രക്ഷിക്കണതാരാ? അമേരിക്കൻ പട്ടാളക്കാർ. അതൊരു കൺസെപ്റ്റ് അവർ സ്ഥിരമായിട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചിട്ട്. എപ്പോഴും അധികാരമുള്ള ആൾക്കാർ അവരുടെ തിയറികൾ പല രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇടും. കുറേ പേര് അതിൻ്റെ അടിമകളായിട്ട് അത് മാറാണ്ട ജീവിക്കുകയും ചെയ്യും. ഒരു ഇൻഡിപെൻഡൻസ് ഡേ എന്നൊരു പടമുണ്ട്, അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഏലിയൻസ് ഭൂമി ആക്രമിക്കാൻ വരുന്നതാണ്. ജൂലൈ 4 തിരിച്ചടിക്കുന്നത്. അപ്പൊ ലോകത്തിന് സ്വാതന്ത്ര്യദിനവും അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനവും ഇത്ര കൺസെപ്റ്റുകളൊക്കെ വെക്കും. ഇതൊന്നും ആവില്ല. ഇത് നമുക്കുണ്ടായിരുന്നു ഏലിയൻസ് നമ്മുടെ കൺസെപ്റ്റില്, ഗന്ധർവ ലോകം ഒക്കെ. അത് ഏലിയൻസ് വേറെ ഡയമെൻഷനാണ്, അവരൊന്നും ഭൂമിനെ ആക്രമിക്കല്ലോ. പക്ഷെ ഇതേമാതിരി നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരുന്ന ഒരു സിറ്റുവേഷൻ വരും ഈ ഭൂമിയിൽ. അതിനുള്ള വാർത്തകൾ നമ്മൾ തുടർച്ചയായിട്ട് കേട്ടോണ്ടിരിക്കും. ഇവിടെ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഈ 4th ഡൈമെൻഷൻ ആയിട്ട് അനുഭവപ്പെട്ടത്. ഞാൻ ഒരു വട്ടം 2020 ശേഷം ഒരു ദിവസം വല്ലാത്ത ആ ഒരു കാര്യം കഴിഞ്ഞ് വല്ലാണ്ട് ബോഡി തളർന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയി, അതിനൊരു ആയുർവേദ ചികിത്സയ്ക്കൊക്കെ പോയി 7 ദിവസം. ശരീരം തണുത്തു. അതിനൊരു 7 ദിവസം മെഡിറ്റേഷന് പോയി. ആ സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഞാൻ വേം ഹോൾ കണ്ടു. എന്താണ് വേം ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ ബ്ലാക്ക് ഹോളും ഉണ്ട്, വേം ഹോളും ഉണ്ട്.
ഈ ബ്ലാക്ക് ഹോള് വലിയ എല്ലാ നക്ഷത്രങ്ങളെ വരെ ഭയങ്കര മാസാണ് വലിപ്പം ഉണ്ടാവും. ലൈറ്റിനും കൂടി പുറത്തേക്ക് വിടില്ല, നക്ഷത്രങ്ങളുടെ അന്ത്യഘട്ടമാണെന്ന് പറയാം. ഇതിലൊരു രസമായിട്ടുള്ളൊരു കാര്യം, ഒരാളെ നമ്മൾ ഓർമ്മിക്കണം. രാമാനുജൻ, മാത്തമാറ്റിക്സ്. അദ്ദേഹം കുംഭകോണത്തെ ജനിച്ച അദ്ദേഹം എന്നിട്ട് ലണ്ടനിൽ പഠിക്കാൻ പോയി. 32 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചേട്ടെ. ഈ 32 വളരെ ഒരുപാട് ആളുകൾ 32 വയസ്സിനപ്പുറം ജീവിച്ചു. 32 ശങ്കരാചാര്യരും ഒരുപാട് പേരുണ്ട്. ചിലവർക്ക് 32 ആരംഭിക്കും. അങ്ങനെ സ്വാമി വിവേകാനന്ദ. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായില്ലേ, അതെന്താന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അറിയാം. അപ്പൊ അദ്ദേഹം ലണ്ടനിൽ പോയിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്ത് കണക്കിനും ഒരു സെക്കൻഡോട് സൊല്യൂഷൻ ചെയ്തു ഉത്തരം കിട്ടും. പക്ഷെ ഇത് എങ്ങനെ ഉത്തരം കിട്ടിയെന്ന് ചോദിച്ചാൽ ആൾക്ക് പറയാറില്ല. എല്ലാ കണക്കിനും ശരിക്കും അവിടുത്തെ പ്രൊഫസർമാരൊക്കെ അത്ഭുതമായിട്ട് നോക്കി. അവസാനം പക്ഷെ ഇയാൾ അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. കാരണം കറക്റ്റാണ്, ആർക്കും കിട്ടാത്ത ഉത്തരം കറക്റ്റ് പറയുന്നുണ്ട്. പക്ഷെ സൊല്യൂഷൻ എങ്ങനെയാ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അവസാനം ഇദ്ദേഹത്തിനോട് ഹാരി എന്ന് തോന്നുന്നു പ്രൊഫസറിനോട് ഇദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഈ ഉത്തരം പറഞ്ഞത് എൻ്റെ ഗ്രാമത്തിലെ ദേവതയാണ്. അതായത് ഗ്രാമത്തിൽ അദ്ദേഹം പൂജിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ് എനിക്ക് ഉത്തരം പറഞ്ഞു തരുന്നത്. അത് അവർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റില്ല, പക്ഷെ അതാണ് ഫാക്ട്. അതായത് അദ്ദേഹം ഇന്ത്യയിൽ വന്നു, അദ്ദേഹം 32 വയസ്സിൽ മരിച്ചു. അദ്ദേഹം ഒരു ഡെത്ത് ബെഡ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അദ്ദേഹം മരിച്ചു കുറെ കണക്കുകൾ മിസ്സായിട്ട് ഒരു 60 കൊല്ലം കഴിഞ്ഞിട്ട് അത് കണ്ടെടുത്ത് കഴിഞ്ഞിട്ട് അത് പഠിച്ചപ്പോൾ അത് മനസ്സിലായത് ബ്ലാക്ക് ഹോളിനെ കുറിച്ചിട്ടുള്ള കണക്കുകളായിരുന്നു അത്. അദ്ദേഹം ജീവിക്കുമ്പോൾ സയൻസിന് ബ്ലാക്ക് ഹോൾ എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇത് അറിയാം. പക്ഷെ അതെങ്ങനെ കിട്ടിയെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന പൂജിക്കുന്ന ദൈവം പറഞ്ഞു കൊടുത്താണ്. അപ്പൊ അദ്ദേഹം ഒരു വേറെ ഡയമെൻഷനിൽ കണക്റ്റായി അദ്ദേഹത്തിന് ആ ഡയമെൻഷനിൽ പ്രകൃതിയെ കുറിച്ചുള്ള രഹസ്യങ്ങൾ കിട്ടി. അദ്ദേഹം അത് എഴുതി വെക്കാൻ പറ്റി. അപ്പോൾ വേറൊരു ഡയമെൻഷനിൽ ടച്ച് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് വേറെ ആൾക്കാർക്ക് കിട്ടാത്ത സാധനങ്ങൾ കിട്ടിയെന്ന് വരും. രണ്ടാമത്തെ കാര്യം, ഈ ബ്ലാക്ക് ഹോളിനെ കുറിച്ചിട്ട് ഒരു കാലത്ത് തിയറി മാത്രമായിരുന്നു, ഇതുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഫോട്ടോ വരെ എടുത്തു, 2019 നാസ ഫോട്ടോ വരെ എടുത്തു. അതേപോലെയാണ് വേം ഹോൾ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എളുപ്പമുള്ള വഴിക്ക് സഞ്ചരിക്കാനുള്ള ഷോർട്ട് കട്ടുകളാണ് വേം ഹോൾ. നമ്മളൊരു ഉദാഹരണം പറയാ വെച്ചാൽ, ഒരു പർവ്വതമുണ്ട്, പർവ്വതത്തിന് താഴത്ത് അപരിഷ്കൃതരായ ഒരു ജനത താമസിക്കണമെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും പർവ്വതത്തിൻ്റെ ഇടയ്ക്ക് പോണ്ടി വരില്ല അപ്പുറത്തേക്ക്. ഇവരെന്താ ചെയ്യുക, ചുറ്റി വളഞ്ഞ് കഷ്ടപ്പെട്ട് പോകും. അല്ലെങ്കിൽ ആരോഗ്യമുള്ളവർ മല കയറിയിട്ട് അപ്പുറത്തേക്ക് പോകും. കുറച്ചും കൂടി ഇവർ പരിഷ്കരിച്ച് കഴിഞ്ഞാൽ ഒരു തുരങ്കുണ്ടാക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ പോയി. ഇതേപോലെയാണ് നമ്മൾ പ്രപഞ്ചത്തിൽ പല സ്ഥലത്ത് എത്തിപ്പെടാൻ എത്ര തുരങ്കങ്ങൾ ഉണ്ട്. ആ തുരങ്കങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിലേക്ക് കണക്ട് ആവാൻ പറ്റും, വേറെ ഡയമെൻഷനിലേക്ക് കണക്ട് ആവാൻ പറ്റും. അത് സയൻസ് തിയറി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ സിദ്ധന്മാർ ഇതിനെ കുറിച്ചിട്ട് കണ്ടെത്തിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സിദ്ധനെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് പെട്ടെന്ന് കണ്ടു എന്നൊക്കെ പഴയ ആൾക്കാരെ കുറിച്ച് പറയണത്. അവർക്കിത് അറിയായിരുന്നു. ചിലർ ചോദിക്കാറുണ്ട്, ഈ ആചാര്യസ്വാമികൾ ശങ്കരാചാര്യർ 32 വയസ്സ് വരെ ജീവിച്ചുള്ളൂ, അദ്ദേഹം എങ്ങനെയാണ് പലവട്ടം ഇന്ത്യ ഉടനീളം സഞ്ചരിച്ചത്? അദ്ദേഹം ഇതൊക്കെ യൂസിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അല്ലാണ്ട് ആലോചിച്ചാറും കൂടെ നമ്മുടെ മൂകാംബിക ദേവിനെ തൊഴുതിട്ട് കേന്ദ്രത്തിലേക്ക് ആ കാലത്ത് പോയി അമ്മ മരിക്കാൻ കിടക്കുമ്പോ എത്തി, അതൊക്കെ തീർച്ചയായും ഉപയോഗിച്ചു. അപ്പൊ അത് അവർക്കറിയായിരുന്നു. പക്ഷെ ശാസ്ത്രം തിയറിയായിട്ട് സമ്മതിക്കേണ്ട ഇപ്പോഴും, പക്ഷെ കണ്ടെത്തിയാൻ പറ്റും. ഒരു കാലത്ത് ബ്ലാക്ക് ഹോൾ തിയറി ആയിരുന്നു, പക്ഷെ കണ്ടെത്തിയ മാതിരി ഇതും കണ്ടെത്തിയിരിക്കും. ഇവിടെ ആ വാം ഹോൾ ഞാനൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഞാൻ കണ്ടു. അതിനുശേഷം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എല്ലാ ബ്ലാക്ക് എനർജി കൂടിയിട്ട് ശിവഭഗവാനായിട്ട് മാറുന്നതും കണ്ടു. അതിനുശേഷം എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായി. എനിക്കൊരു 2004 തൊട്ട് 2012 വരെ സ്വപ്നത്തിലൂടെയാണ് ഡയറക്ഷൻ കിട്ടാറ്. അതിനുശേഷം ജ്യോതി രൂപത്തിൽ, എനർജി രൂപത്തിൽ ഭഗവാനെ ഞാൻ കണ്ടു തുടങ്ങി. പിന്നെ അങ്ങനെയാണ് മെസ്സേജ് വരാറ്. അപ്പം ഈ എനർജി കിട്ടിയ ഒരു സംഭവം കൂടി പറയണം. ഈ എനർജി ആദ്യം കണ്ടത് 2013 നടക്കണം. ഞാനൊരു ദിവസം ഫോൺ ചെയ്യാൻ വേണ്ടി കാലത്തൊരു 9 വരെ ഉണ്ടാവും, വെളിയിൽ വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഫോൺ ചെയ്യണം വീടിൻ്റെ. ഫോൺ ചെയ്തിട്ട് ഫോൺ കട്ട് ചെയ്തു. തിരിയാൻ നോക്കുന്ന സമയത്ത് ബോഡി അങ്ങനെ ഫ്രീസായി, കയ്യും കാലം അനക്കാൻ പറ്റുന്നില്ല. സറൗണ്ടിങ് ആയൊരു ഭയങ്കര ഹീറ്റായി വരണ മാതിരി. ആരെന്നോട് ഉള്ളിൽ പറയണ്ടേ, മുരുകവാൻ രാജാലങ്കാരത്തിൽ വരുന്നു. എയർ ഭയങ്കര ചൂടായി തുടങ്ങി. പെട്ടെന്ന് ആരെയും ഇവിടെ എന്നെ പഞ്ച് ചെയ്തു, ഭയങ്കര ഹിറ്റായിട്ട് ഉറക്കെ. ബോഡി അപ്പാവില്ല, അങ്ങനെ മോളിക്ക് പോകില്ല. മോളിക്ക് പോകുമ്പോൾ ഞാൻ കാണുന്നത് ഒരു തെങ്ങിൻ്റെ ഉയരത്തിൽ ഒരു ക്ലൗഡ്. ആ ക്ലൗഡിൽ നിന്ന് ഒരു കയ്യിൻ്റെ അളവിലൊരു ജ്യോതി വെളിയിലേക്ക് വരിക. അത്ര ഉയരമാണെങ്കിലും വയറും ഭയങ്കര ചൂട്, കണ്ണിൽ ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങി. ഞാൻ അങ്ങനെ തൊഴുതു നിന്നു. ഒരു 5 മിനിറ്റ് നിന്നുണ്ടാവും. അത് ആ ജ്യോതി അങ്ങനെ ആ ക്ലൗഡിൻ്റെ ഉള്ളിലേക്ക് പോയി അതങ്ങനെ മറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് എൻ്റെ ബോഡി റിലീസായ ഈ 5 മിനിറ്റും എൻ്റെ വീട്ടിൽ നിന്ന് ആരും വെളിയിൽ വന്നില്ല, അപ്പുറത്ത് വീട്ടിൽ നിന്ന് ആൾ വെളിയിൽ വന്നില്ല. ഈ ഗേറ്റിൻ്റെ ഗേറ്റിന് മുമ്പിൽ റോഡാണ്, ആ റോഡ് കൂടെ ആരും വന്നില്ല. നാച്ചുറൽ ഫ്രീസായി. ഞാനൊരു ഉള്ളിൽ പോയി ജനാലയമേ പിടിച്ച് ഇങ്ങനെ നിന്നു. കണ്ണിന്ന് ഇങ്ങനെ വെള്ളം, ബോഡി ഇങ്ങനെ ഷിവർ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ നോർമലായത്. അതെൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു അനുഭവമാണ്. അതിനുശേഷമാണ് ജ്യോതിരൂപത്തിൽ ഭഗവാനെ കണ്ടു തുടങ്ങി. പിന്നെ അങ്ങനെ മെസ്സേജായി. പിന്നെ 2021 ഇത് കണ്ട ശേഷം, ഈ വാം കോൾ കണ്ട ശേഷം പല ആൾക്കാരെയും ഞാൻ നേരിട്ട് കണ്ടു തുടങ്ങി. അതിനുശേഷമാണ് ഓരോ മെസ്സേജുകൾ ആരംഭിക്കുക. മെസ്സേജ് അപ്പോൾ ഈ ഇപ്പോൾ മെസ്സേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഈ പ്രകൃതിയിൽ പല കാര്യങ്ങളും ഭഗവാൻ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഞാനത് ഡീകോഡ് ചെയ്ത് എടുക്കണം. ഡീകോഡ് അത് ഭയങ്കര രസമാണ്. ഡീകോഡ് എടുക്കുമ്പോൾ മെസ്സേജ് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റും അത്ര സ്പീഡിൽ ചെയ്യും. അങ്ങനെയാണ് ഇത് ഇപ്പോൾ മെസ്സേജ് പോയത്. അങ്ങനെ ഞാൻ കണ്ട ചില ആൾക്കാരാണ്. ഒന്ന് ശംഖു, അതെനിക്ക് വലിയൊരു അത്ഭുതമായ കാര്യമാണ്. ശംഖു ഒരു ദിവസം ഞാൻ ഒരു 6:30 ഉണ്ടാവും, ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ ചിതാഭസ്മവും വെയിലും കൊണ്ടൊരു ഭാരതയാത്ര നടത്തി. ഫുള്ള് ഭാരതം മുഴുവൻ കറങ്ങി വന്നു, അല്ലെങ്കിൽ കുംഭമേളയൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ പേരിൽ പാവപ്പെട്ട കുട്ടികൾക്ക് കുറച്ച്, അത് കോവിഡ് സമയം കൂടിയാണ്, അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഇതൊക്കെ കൊടുക്കാനൊരു പരിപാടി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അപ്പുറത്തൊരു ഇതുണ്ട്, അവിടെയാണ് നടത്താൻ പോണത്. അപ്പോൾ നമ്മൾ ആ സമയം ആയി വരുമ്പോൾ കോവിഡ് കുറച്ചും കൂടി ശക്തി ചെയ്ത് തുടങ്ങി. അപ്പോൾ എത്രയധികം ആൾക്കാരെ ഉൾക്കൊള്ള പരിപാടി നടത്താൻ പറ്റില്ല എന്നൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരോട് വരണ്ടെന്ന് പറഞ്ഞു. 100 പേരെ അലൗഡാണ് അന്ന്. അപ്പോൾ അങ്ങനെ 100 പേരെ ആക്കണ രീതിയിൽ ചുരുക്കിയിട്ട് അപ്പോൾ പക്ഷേ ഓൾറെഡി നോട്ടീസൊക്കെ അടിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ ഡിസ്കഷൻ ചെയ്യും, നമ്മളെല്ലാ ആൾക്കാരുടെ ഡിസ്കഷൻ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, പരിപാടി നടക്കട്ടെ, നമുക്ക് പറ്റേ 100 പേരെ വിളിച്ചു വരുത്തുക. പരിപാടിയുടെ പിറ്റേ ദിവസം നമ്മൾ പേപ്പറിൽ നോട്ടീസ് വെച്ചിട്ട് എല്ലാവർക്കും വിടാം. അപ്പോൾ ആൾക്കാർക്ക് പരിപാടി നടന്നു എന്ന് അറിയുകയും ചെയ്യും, വരാനും പറ്റില്ല. അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ ഇരിക്കുക. ഒരു 6:30 ഉണ്ടാവും വൈകുന്നേരം. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഓപ്പോസിറ്റ് സീറ്റിൽ 2 പേര് വന്നിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വന്നിരുന്ന് ചിരിച്ചു, അങ്ങനെ അപ്രത്യക്ഷമായി. ഒരാളെനിക്ക് പെട്ടെന്ന് മനസ്സിലായി, സ്റ്റീവ് ഹോക്കിൻസ്, വളരെ ഫേമസ് ആയ സയൻറ്റിസ്റ്റ്. രണ്ടാമത്തെ ആളെനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു സ്ത്രൈണതയുണ്ട്, പുരുഷനും സ്ത്രീയും കൂടി സ്ത്രൈണതയുള്ള ഒരാൾ. അപ്പോൾ ഇത് ആരാന്നൊരു ഒരാൾ. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്, വിക്രമാദിത്യ സരസിലെ നവപണ്ഡിതിലെ ഒരാളാണെന്നുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ സ്ത്രൈണതയുള്ള വിക്രമാദിത്യ സരസിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഒരാൾ വരാഹമികരനാവും, സയൻറ്റിസ്റ്റ് അല്ലേ, വന്നിട്ട് അത് വരാഹമികരനാവും. ഒരാൾ മാത്രം എന്നോട് പറഞ്ഞു, ഫോട്ടോ നോക്കിയിട്ട് ശംഖു എന്നാ തോന്നണേന്ന് പറഞ്ഞു. അതങ്ങനെ വിട്ടു. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ പഴനിയിലൊരു ഫ്ലാഗ് വെച്ചു, 40 അടി ഉയരത്തിൽ. ഉജ്ജയിനിൽ അന്നന്ന് വെക്കുന്നുണ്ട്, പിന്നത്തെ ആഴ്ച വെക്കുന്നുണ്ട്. പഴനിയിൽ വെച്ചപ്പോൾ ഈ 0 പോയിന്റിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കാരണം ന്യൂട്രൽ പോയിന്റ് ആണല്ലോ. ആ ന്യൂട്രൽ പോയിന്റ്, ആ പാറയുടെ പേരെന്താ അറിയാം, ശിഖണ്ഡി പാറ, ആൺപെണ്ണ്. അപ്പോൾ അവിടെ പോയിട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഉജ്ജയിനിലേക്ക് പോകണം. അപ്പോൾ എനിക്കൊരു മെസ്സേജ്, അടയാളം കിട്ടി, പോകുന്നുണ്ട് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ നമ്മുടെ ഗ്രൂപ്പിൽ ഭാസ്കറൊക്കെ ഉണ്ട്, അവരൊക്കെ പോയിട്ട് വർക്ക് തുടങ്ങി അവിടെ ഫ്ലാഗിൻ്റെ. അപ്പോൾ ഞാൻ അവർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അടയാളമുള്ള ഉജ്ജയിനിലെ സ്ഥലം ഏതാ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, ഒബ്സർവേറ്ററി ആണ്, അത് ഉജ്ജയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ ഉണ്ടാകുന്നു, നമ്മൾ ഫ്ലാഗ് വെച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ശിഖണ്ഡി പാറയിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് നേരെ പോണത്. ഉജ്ജയിനിൽ ഫ്ലാഗ് വെച്ചു. അത് കഴിഞ്ഞ് 40 കിലോമീറ്റർ അകലെ പോയി ഈ ഒബ്സർവേറ്ററിലേക്ക് എത്തി. അപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ, അവിടെ കെയർ ടേക്കർ മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാരും ഇല്ല. അപ്പോൾ അവർ നമ്മുടെ ഈ ഫ്ലാഗ്, നമ്മുടെ ആൾക്കാരുടെ ഡ്രസ്സിലൊക്കെ ഇതുണ്ട്. അപ്പോൾ ഈ നക്ഷത്രമൊക്കെ കണ്ടപ്പോൾ ഇവരൊക്കെ സയൻറ്റിസ്റ്റുകൾ, ആ രീതിയിലാണ് നമ്മളെ വിളിച്ച് ഭയങ്കര സ്വീകരണമായിരുന്നു. അപ്പോൾ എല്ലാം കാണിച്ചു തന്നു കേട്ടോ, മറ്റേ ടെലിസ്കോപ്പ്, അവിടെ സയൻറ്റിസ്റ്റുകൾ വന്ന് താമസിക്കും, മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കാണിച്ചു തന്നു. അപ്പം ഞാൻ ചോദിച്ച ആളോട്, ഈ സ്ഥലം എന്തിനാണ് തിരഞ്ഞെടുത്തത് ചോദിച്ചു. ആൾ പറഞ്ഞു, ഇത് ജൂൺ 21 ഇവിടെ നിന്ന് അഴിൽ വീഴില്ല, ഭയങ്കര എനർജിയുള്ള സ്ഥലമാണ്, 2 ജൂൺ 21 അഴിൽ വീഴില്ല, ഇത് ന്യൂട്രൽ പോയിന്റാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ ഇതായി. അത് മാത്രമല്ല, ആൾ ഇതൊരു സ്ഥലം കാണിച്ചത്, ആ രേഖ കണ്ടില്ല, ഒരു ലൈൻ, ആ ലൈനാണ് ന്യൂട്രൽ ലൈൻ. ആ ലൈനിൻ്റെ പേര് ശംഖു ലൈൻ എന്നാണ്. ഞാൻ ആകെ ഷോക്കായി, കാരണം ആൺപെൺ, ഇവിടെ ശിഖണ്ഡിപ്പാറ, അവിടെ ന്യൂട്രൽ ശംഖു. ശിഖണ്ഡിപ്പാറ ന്യൂട്രൽ പോയിന്റ് ആണ്, ന്യൂട്രൽ പോയിന്റ് തമിഴ്നാട്ടിൽ. ഇത് അവിടെ ചെല്ലുമ്പോൾ ശംഖു ലൈനായിട്ടിരിക്കും. ഈ ശംഖുവിനാണ് ഞാൻ ആൺപെണ്ണായിട്ട് കണ്ടത്. അപ്പോൾ ഈ ഞാൻ അതപ്പോൾ ആലോചിച്ചതല്ല, ഈ ശംഖുലൈന്ന് പേരിട്ട ആൾക്ക് ഇത് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ ആൾക്ക് വരാക്കമികര ലൈന, കാളിദാസ ലൈന ഒക്കെ ഇടായിരുന്നല്ലോ. അപ്പോൾ അയാൾക്ക് ഇത് കിട്ടിയ കാരണമല്ല ഇടുന്നത്, അപ്പോൾ ഒന്നും വെറുതെ അല്ല നടക്കണത്. അപ്പോൾ അങ്ങനെ ഒരു അതിന് ശേഷം വല്ലലാർ സിദ്ധരെ,
തമിഴ്നാട്ടിലെ വല്ലലാർ സിദ്ധരെ കുറിച്ചിട്ട് അറിയണം, അദ്ദേഹത്തെ കണ്ടു. പിന്നെ കാളിദാസനെ കണ്ടു. അതിനുശേഷം ഞാൻ കവിതാലയ വില്ലേജ്, ഹിമാലയത്തിലെ കവിതാലയ വില്ലേജിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം, അവിടെ പോയി. അങ്ങനെ ഒരുപാട് ആൾക്കാരെ, ചൈനീസ് ഗോഡ് പങ്കു, അങ്ങനെ ഒരുപാട് ആൾക്കാരെ 4th ഡയമെൻഷനിൽ എനിക്ക് കാണാൻ പറ്റി. അതാണ് ആ ഒരു അനുഭവം. ഇപ്പോൾ ആ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഡയമെൻഷനിൽ ചില ആൾക്കാരെ കാണാൻ പറ്റുന്ന ഒരു അനുഭവത്തിലൂടെ ഇനി കൂടുതൽ കിട്ടുമായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വിഗ്രഹം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ രണ്ടാമത്തെ വിഗ്രഹം ഭോഗനാഥ് സിർ ഞാൻ പറഞ്ഞല്ലോ പഴനിമല ഡിസൈൻ ചെയ്ത് 3 എനർജി. ഈ ഫസ്റ്റ് കലിയുഗം ആരംഭിക്കുമ്പോൾ ആണ് നമ്മൾ ആദ്യത്തെ വിഗ്രഹം വെച്ചത്. അപ്പം അദ്ദേഹം അന്നൊരു ഐതിഹ്യമുണ്ട്, സിദ്ധന്മാരുടെ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. കലിയുഗത്തിൽ മുരുകൻ്റെ അനുഗ്രഹം എങ്ങനെ കിട്ടും മക്കൾക്ക്. എന്നിട്ട് അതിൻ്റെ ഉത്തരമായിട്ടാണ് പഴനിമലയിൽ അദ്ദേഹം ഈ വിഗ്രഹം, നവപാഷാണ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. അത് 9 വർഷമാണ്. അത് ചൈനീസ് കെമിക്കലൊക്കെ ഉണ്ട്, അത് ഔഷധമായിട്ട് മാറും. ഈ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തൊട്ട് കഴിഞ്ഞാൽ പൂജാരിമാരോട് ചോദിച്ചറിയാം, ഒരു മനുഷ്യൻ്റെ നാടി ഞരമ്പുകളൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യും ഈ വിഗ്രഹം. എന്നിട്ടാണ് പുലിപ്പാണി സിദ്ധർക്ക് ഇത് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ശിഷ്യന് കൊടുത്ത് അദ്ദേഹം സമാധി ആവണത്. ഈ ഈ വിഗ്രഹത്തിന് വേറെ പ്രത്യേകത ഉണ്ട്, ചൂടുകാലത്ത് വയർക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ പുലിപ്പാണി സിദ്ധരോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് കാവേരി നദിയിൽ പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അഭിഷേകം ചെയ്യണം ആ സമയത്ത്. ശരി, കൊടുമുടി എന്ന് പറയുന്ന സ്ഥലത്താണ് കാവേരി നദി, 90 കിലോമീറ്റർ ഉണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ വാങ്ങുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. പുലിപ്പുറത്ത് അദ്ദേഹം പോയിട്ട് എടുത്തിട്ട് വരിക എന്ന് പറയാം. അതുകൊണ്ടാണ് പുലിപ്പാണി സിദ്ധർ എന്ന് പേര് വന്നത്. ഇപ്പോഴും ആ സമയത്ത് എല്ലാ നാട്ടിൽ നിന്നും ജനങ്ങൾ വന്ന് സൈക്കിളിലും ബസ്സിലും കാറിലും പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഭഗവാൻ അഭിഷേകം ചെയ്യും. പങ്കിനും ഇത്ര ടൈമിലാണ് പഴനിയിൽ അത് നടക്കുന്നത്. അപ്പോൾ ആ ഭോഗർ സിദ്ധർക്ക് മുരുകയുഗത്തിൽ ലോകം മുഴുവൻ മുരുകവാൻ്റെ പവർഫുൾ വരാൻ പോവാണ്, ഭാരത് പവർഫുൾ ആവാണ്. ആ ഒരു എനർജി പവർഫുൾ വരുത്തണം എന്നറിയായിരുന്നു. അപ്പം അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ യുഗത്തിന് വേണ്ട എനർജിയിൽ അദ്ദേഹം ആ വിഗ്രഹം, അത് ഡാർക്ക് എനർജി എന്നുള്ളതാണ്. ഡാർക്ക് എനർജി എന്ന് പറയുമ്പോൾ അതിലൊരു നമ്മൾ കറുപ്പെന്നൊന്നും വിചാരിക്കരുത്, നമുക്ക് കാണാൻ പറ്റില്ല. അത് നമ്മൾ 24% നമ്മൾ ആകെ മാറ്റർ 5% ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കിയത് എല്ലാ ഗ്രഹങ്ങളും എല്ലാം കൂടി യൂണിവേഴ്സിൽ 5% മാറ്റർ വരുള്ളൂ. 75% ഡാർക്ക് എനർജിയാണ്, 24% ഡാർക്ക് മാറ്ററാണ്. അത് നമുക്ക് കാണാൻ പറ്റില്ല. പ്രകാശത്തിന് നമുക്കൊരു കാണണമെങ്കിൽ പ്രകാശം തട്ടി തിരിച്ചു വന്നാലല്ലോ നമുക്കൊരു സാധനം കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഡാർക്ക് എന്നുള്ള പേരിട്ടത്. ഒരു പക്ഷേ നമ്മളറിയാത്തൊരു കളറായിരിക്കാം, ഒരു കളർ, 7 കളർ മാത്രമാണെന്നില്ല. ഇപ്പൊ ചില മൃഗങ്ങൾക്ക് എല്ലാ കളറും കാണാൻ പറ്റില്ല, അതേപോലെ നമുക്ക് എല്ലാ കളർ പറ്റാത്തതാണ്. അപ്പം അങ്ങനെ ഒരു എനർജി വെക്കാൻ കാരണം ഈ യുഗത്തിന്റെ എനർജി അതാണ്. ഇപ്പോൾ സയൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇത് കിട്ടിയ ലോകത്തിന് ഇത് മാറും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സയൻറ്റിസ്റ്റുകളോട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ മുരുകൻ്റെ വിഗ്രഹമാണ് ഇപ്പോൾ ആക്റ്റീവായിരിക്കുന്നത്. അതിൻ്റെ എനർജിയാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. ആ എനർജിയാണ് ലോകത്തിനെ മാറ്റിമറിക്കുന്നത്. അപ്പോൾ ഈ എനർജി എപ്പോൾ ആ വിഗ്രഹം വെളിയിൽ വരികയാണെങ്കിൽ, ആ എനർജി വെളിയിൽ വരികയാണെങ്കിൽ ലോകം അത് സ്വീകരിക്കാൻ പാകാവണം. നമ്മളെങ്ങനെയാണ് ഈ ഇപ്പോൾ ഇരിക്കുന്ന വിഗ്രഹത്തിന് നേരെ താഴെയാണ് ഇതുള്ളതെന്ന് ഉള്ള നിഗമനത്തിലെത്തിയത്? അത് എനിക്ക് കിട്ടിയ ഡയറക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, മാറ്റർ ആൻറ്റി ആ രീതിയിൽ യിങ് സ്റ്റൈലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ വിഗ്രഹത്തിന് നേരെ താഴെയാണ് ഭോഗർ സമാധി. ഇപ്പം നമ്മളൊരു ഭോഗർ സമാധി കാണും, തൊഴുത് റൈറ്റ് സൈഡിൽ ഭോഗർ സമാധി വെച്ചിട്ടുണ്ട്. ശരിക്കും അത് ഗുഹയുടെ എൻട്രൻസ് മാത്രമാണ്. ആ ഗുഹയെ കൂടെയാണ് ആൾ പറയുന്നത്. നേരെ ഈ വിഗ്രഹത്തിൽ താഴ്ത്തു വന്നിട്ടാണ് ഇരിക്കുന്നത് സമാധി. അവിടെയാണ് രണ്ടാമത്തെ ആ രണ്ടാമത്തെ വിഗ്രഹത്തിന്റെ എനർജിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ എനർജിയാണ് സ്വീകരിച്ചിട്ടാണ്, ആ എനർജിയാണ് ഇനി ലോകത്തിന് പല കാര്യങ്ങൾ ചേഞ്ച് വരുത്താൻ പോകുന്നത്. ഞാൻ ഇപ്പം കുറേ കാര്യങ്ങൾ പറയുന്നില്ല, അത്തരം ചേഞ്ചുകളിലൂടെ മുരുകയോഗം ആരംഭിക്കുന്നത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും വഴി വെട്ടണവന് പണി കൂടും, അതെനിക്കുള്ള ഒരു വിഷയം. തീർച്ചയായും വലിയ കാര്യമാണ്. അവിടെ ചെയ്യണത് എൻ്റെ ഡ്യൂട്ടി എവിടെ നിൽക്കുക വെച്ചാൽ ഭാരതത്തിന് സൂപ്പർ പവർ എന്നുള്ള പൊസിഷൻ, തെക്ക് കിഴക്ക് ഏഷ്യ മുഴുവൻ ഭാരതത്തിന്റെ മുരുകന്റെ എനർജി കൊണ്ടെത്തിക്കുക എന്നുള്ള പൊസിഷൻ. ഇതോട് കൂട്ടിയിട്ട് എൻ്റെ ഡ്യൂട്ടി കഴിയും. അടുത്ത വരുന്ന തലമുറയിലെ ആൾക്കാരാവും, അടുത്ത ആൾക്കാരാവും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അത് കൊണ്ടുപോകും. പക്ഷേ അത് അടുത്ത തലമുറ വരെ ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. കാരണം ഇന്ത്യയിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അങ്ങയുടെ തൊട്ടു പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട്. അല്ല, ഭാരതത്തിന്റെ സൂപ്പർ പവർ നമ്മുടെ ഇതിൽ വരും, നമ്മുടെ ഡ്യൂട്ടി അദ്ദേഹത്തെയും നയിക്കുന്നുണ്ട്. തീർച്ചയായും ഉറപ്പായിട്ടും. ഞാൻ കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പോവില്ല ഉറപ്പായിട്ടും. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗത്ത് ഇന്ത്യയിൽ ഫോക്കസ് ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷ ആണ് തമിഴെന്ന് പറയുന്നു. തമിഴ്നാടിനെ ഞാൻ അങ്ങനെ തന്നെ പറയാം, കൊണ്ടുപോയി പാർലമെന്റിൽ വെക്കുന്നു. അതായത് ആ ഒരു
എന്താ പറയുക, അദ്ദേഹത്തിന് നയിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം എവിടെ കിടക്കണു, ഞാൻ എവിടെ കിടക്കുന്നു, ഞാൻ എത്രയും താഴ്ന്ന ആളാണ്, അദ്ദേഹം ലോക നേതാവാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ഒരേ കാര്യത്തിന് മുന്നോട്ട് പോണത്. അതാണ് ആ വ്യത്യാസം. അദ്ദേഹം ലോക നേതാവ്, ഞാനൊരു വെറും സാധാരണക്കാരനും. പക്ഷെ ചെയ്യുന്ന രണ്ട് കാര്യം ഒരേ കാര്യത്തിന് ഒരേ റിസൾട്ട് പോകണം. അവിടെയാണ് ഭഗവാൻ അത് കണക്ട് ചെയ്യണു എന്നുള്ളൊരു ഫീലിംഗ്. ഏതായാലും ഒരു വലിയൊരു അനുഗ്രഹമാണ് അങ്ങേക്ക് ഭഗവാൻ മുരുകൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി ഒരുപാട് അത്ഭുതകരമായ അറിവുകൾ പകർന്നു കിട്ടി. ഈ എപ്പിസോഡ് മാത്രം കണ്ടവർ ഇതിന് തൊട്ട് മുമ്പുള്ള 3 എപ്പിസോഡ് കാണണം. രജിത്ജിയുടെ അനുഭവ കഥകൾ നമ്മൾ ഇനിയും തുടരുകയാണ്. ഇത് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കുമാരികാണ്ഡത്തിൻ്റെ കാര്യങ്ങൾ, ശംഭാല എന്ന് പറയുന്ന ലോകത്തെക്കുറിച്ച്, അത് ഒരുപാട് കാലമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. യതികളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരവും നമ്മുടെ വിശ്വാസവും മാത്രമല്ല, ഇത് പലതും യാഥാർത്ഥ്യം കൂടിയാണ്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്കറിയാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ഒന്നും ഇല്ലാതാവുന്നില്ല. നമ്മൾ കാണുന്നത് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടറിയാൻ മുരുകഭഗവാന്റെ കടാക്ഷം കിട്ടിയ ആളാണ് ഇദ്ദേഹം. അദ്ദേഹം തുടർന്നും നമ്മുടെ കൂടെയുണ്ട്. പ്രേക്ഷകർ നമുക്കൊപ്പം സഞ്ചരിക്കണം. ഈ എപ്പിസോഡുകൾ നമ്മൾ തുടരും. സന്തോഷം, വളരെ വളരെ സന്തോഷം. താങ്ക് യു ABC ചാനലിൽ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.